എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡ്ഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വെബ്സൈറ്റ് ടെക്നെറ്റ് ബൈറ്റ്സ് എല്ലാവരും ദയവായി സന്ദർശിക്കുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അജൈൽ സ്ക്രം മോഡലാണ്. നമ്മൾ SDLCനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ കുറേ മോഡലുകൾ ഉണ്ടായിരുന്നു. വാട്ടർഫോൾ മോഡല്, സ്പൈറൽ മോഡല്, ഇറ്ററേറ്റീവ് മോഡല്, പ്രോട്ടോടൈപ്പ് മോഡൽ, അങ്ങനെ കുറേ മോഡലുകൾ. ഇതൊക്കെ വളരെ ഓൾഡ് മോഡലുകളാണ്. ഇതൊന്നും ഇപ്പോൾ കമ്പനികൾ വളരെ യൂസ് ചെയ്യുന്നതല്ല. ഇപ്പോൾ നമ്മുടെ കമ്പനികളിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ മോഡലാണ് അജൈൽ സ്ക്രം മോഡൽ. നമുക്കതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ അജൈൽ സ്ക്രം മോഡലിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാമാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു പ്ലാൻ ചെയ്ത് ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റ്, ഡിപ്ലോയ്മെൻറ്റ്, റിവ്യൂ, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ കാണുന്ന പോലെ വാട്ടർഫോളിലും എല്ലാ മോഡലിലുള്ള സ്റ്റെപ്പുകൾ തന്നെയാണ് സെയിം. പക്ഷേ വാട്ടർഫോളിൽ നമുക്കറിയാം എല്ലാം ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും. ഇതിലെന്താണെങ്കിൽ നമ്മൾ നമ്മുടെ മൊത്തം സോഫ്റ്റ്വെയറിനെ മൊഡ്യൂളുകളായി തിരിച്ച് പല പല പോർഷനുകളായിട്ട് തിരിച്ച് ഓരോ ചെറിയ പോർഷനും നമ്മൾ എന്ത് ചെയ്യണു, ആ ഓരോ ചെറിയ പോർഷനും വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതിനുവേണ്ടി ഡിസൈൻ ചെയ്യുന്നു, അത് ഡെവലപ്പ് ചെയ്യുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു, അത് ഡിപ്ലോയ് ചെയ്യുന്നു, എന്നിട്ട് കസ്റ്റമറുടെ നിന്ന് അതിൻ്റെ റിവ്യൂ എടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് പോർഷൻ ഇതേപോലെ എടുത്ത് അതും ഇതുപോലെ ഇതേ സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് രണ്ടിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഓരോ പോർഷനും ലോഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ പോർഷനിലും കസ്റ്റമറുടെ എൻഡ് യൂസറുടെ ഫീഡ്ബാക്ക് കിട്ടി, അത് നമ്മൾ കണക്ട് ചെയ്ത് പോയിട്ടാണ് ടോട്ടൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടോട്ടൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോഡലിൽ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട് വാട്ടർഫോൾ മോഡലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പോൾ അജൈൽ സ്ക്രം മെത്തഡോളജി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ്സിൽ ഒന്നാണ്. ദർ ആർ സം അതർ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തേഡ്സ്, ബട്ട് ദ പോപ്പുലർ വൺ വിച്ച് ഈസ് യൂസിങ് വൈഡ്ലി ഈസ് അജൈൽ സ്ക്രം മെത്തഡോളജി. ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അജൈൽ സ്ക്രം മെത്തഡോളജി, അജൈൽ മെത്തഡോളജി എന്നാണ് പറയുക. അതിൽ സ്ക്രം ഒരു സബ് ഡിവിഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ദ അജൈൽ സ്ക്രം മെത്തഡോളജി ഈസ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇൻക്രിമെൻ്റൽ ആൻഡ് ഇറ്ററേറ്റീവ് മോഡൽ ഫോർ മാനേജിങ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് അജൈൽ സ്ക്രം മെത്തഡോളജി എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റലിൻ്റെയും ഇറ്ററേറ്റീവിൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. അതായത് നമ്മൾ മൊത്തം സോഫ്റ്റ്വെയർ എടുത്ത് ഓരോ പോർഷനും എടുത്ത് എന്ത് ചെയ്യുന്നു, ഓരോ പോർഷനും നമ്മൾ ഡിസൈൻ ചെയ്ത്, പ്ലാൻ ചെയ്ത്, ടെസ്റ്റ് ചെയ്ത്, ഡെവലപ്പ് ചെയ്ത്, ടെസ്റ്റ് ചെയ്ത്, ഇംപ്ലിമെൻറ്റ് ചെയ്യണു. അത് വീണ്ടും എന്ത് ചെയ്യണു, റിപ്പീറ്റീവ് ആയിരുന്നു. ഈ വീണ്ടും ഇൻക്രിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോർഷനും കൂടി ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫ്ലോ ഡയഗ്രാം നോക്കാം അജൈൽ സ്ക്രം മെത്തഡോളജിയുടെ. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഉണ്ടായിരിക്കും. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്ന SRS എന്ന്, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ, അതുപോലെയുള്ളൊരു മെത്തേഡായിട്ട് തന്നെ കണക്ക് കൂട്ടിയാൽ മതി പ്രൊഡക്റ്റ് ബാക്ക്ലോഗിനെ. അതായത് എന്താണ്, ഓരോ റിക്വയർമെൻറ്റ്സിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അത് കുറച്ചും കൂടി യൂസർ സ്റ്റോറീസ് ആയിട്ട് എഴുതുക. പഴയ പോലെ SRSൽ എഴുതുന്ന മോഡലല്ല. അതിൻ്റെ ഒരു കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ഓരോ റിക്വയർമെൻറ്റ്സിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ളൊരു മോഡലായിരിക്കും. അത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതിനാണ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയും. ഓക്കെ, ആ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് നമ്മളതിനെ സ്പ്രിൻറ്റുകളാക്കി മാറ്റും. അപ്പോൾ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു ഡ്യൂറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ ആപ്ലിക്കേഷനെയും കോംപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ സ്പ്രിൻ്റ് മാറും. ചിലപ്പോൾ 2 വീക്സ് മുതൽ 1 മന്ത് വരെ ഒരു സ്പ്രിൻ്റ് വരാം. ആ സ്പ്രിൻറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട യൂസർ സ്റ്റോറികൾ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യും. അതായത് മൊത്തമുള്ള ഈ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ ലിസ്റ്റ് ഓഫ് ഇത് കാണിക്കുന്നുണ്ട് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്. അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് സ്പ്രിൻറ്റ് 1ലേക്ക് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് 1, 2, 3 3 മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് 2 വീക്സ് ആണെന്ന് വിചാരിക്കുക സ്പ്രിൻറ്റ്. അപ്പോൾ ഈ 2 വീക്സ് കൊണ്ട് ഈ 3 ഐറ്റംസ് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അതെവിടെ വെച്ച് തീരുമാനിക്കും? സ്പ്രിൻറ്റ് പ്ലാനിങ് മീറ്റിങ്ങിൽ വെച്ചിട്ട് തന്നെ ഇത് തീരുമാനിക്കും. നമ്മൾ ഈ സ്പ്രിൻറ്റിൽ
3 തീർക്കണം. സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂറേഷനാണ് ഉദ്ദേശിക്കുന്നത്, സൈക്കിളാണ്. ഇതുപോലെ കുറേ സ്പ്രിൻറ്റുകൾ ചേർന്നിട്ടാണ് നമ്മുടെ അജൈൽ കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഓരോ കമ്പനികളിലും ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് സ്പ്രിൻറ്റിൻ്റെ ടൈമിംഗ് മാറ്റുണ്ടാവും. 2 ആഴ്ച മുതൽ 1 മാസം വരെ വരാം. ഓക്കെ, ഓരോ സ്പ്രിൻറ്റും. പിന്നീട് എന്താണ്, ഡെയിലി സ്ക്രം മീറ്റിംഗ് ഉണ്ടാവും, ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ് എന്ന് പറയും. ഓരോ സ്റ്റാൻഡപ്പ് മീറ്റിങ്ങിൽ നമ്മൾ എന്ത് പറയും, ഇന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്കുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഡെവലപ്പേഴ്സ് അത് ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പറയും, ടെസ്റ്റേഴ്സ് അത് ടെസ്റ്റ് ചെയ്യുന്നത് കൊടുക്കും, കഴിഞ്ഞ ദിവസത്തെ വർക്കിലുള്ള പ്രശ്നങ്ങൾ പറയും, ചലഞ്ചസ് പറയും, ഇന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്തതെന്നും കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് വന്നെന്നും ടെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ചലഞ്ചസ്, ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് സ്ക്രം മാസ്റ്റർ ഉണ്ടാവും, ആൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കും, വർക്ക് ഇന്ന് ചെയ്യാനുള്ള ഡിവൈഡ് ചെയ്ത് കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നീട് എന്താണ്, നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ടോട്ടൽ ആപ്ലിക്കേഷൻ നമ്മൾ കുറേ പോർഷൻ ആക്കി എന്ന് പറഞ്ഞു. ഈ പോർഷൻ എന്താണ്, ഈ പോർഷൻ ഓഫ് ആപ്ലിക്കേഷനെ നമ്മൾ ഒരു പൊട്ടൻഷ്യലി ഷിപ്പബിൾ പ്രൊഡക്റ്റ്, അതായത് കസ്റ്റമർ കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു പോർഷൻ എത്തുമ്പോൾ, മുഴുവൻ പ്രൊഡക്റ്റ് അല്ല, ആ ഒരു പോർഷൻ. ഇപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണം, ഫേസ്ബുക്കിൻ്റെ രജിസ്ട്രേഷൻ പാർട്ട് തന്നെ നമ്മളൊരു സ്പ്രിൻറ്റിൽ ഇട്ട് വെച്ചിരിക്കുക, ഒരു സ്പ്രിൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന വിചാരിച്ചിട്ടുണ്ടാവും രജിസ്ട്രേഷൻ പാർട്ട്. അപ്പോൾ ആ രജിസ്ട്രേഷൻ പാർട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു സ്പ്രിൻറ്റ് റിവ്യൂ വെച്ചിട്ട് അത് ഒരു പൊട്ടൻഷ്യൽ ഷിപ്പബിൾ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കസ്റ്റമർക്ക് റിവ്യൂവിന് കൊടുത്ത് ഒരു റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് കൂടി വെച്ച് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്പ്രിൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതാണ് അജൈൽ സ്ക്രം മെത്തഡോളജിയിൽ വരുന്നത്. ഓക്കെ, അതായത് നമ്മൾ ടോട്ടൽ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണു, സ്മോൾ പോർഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷനും എന്ത് ചെയ്യുന്നു, ഓരോ പോർഷനും പ്ലാനിങ്, ഡിസൈനിങ്, ഡെവലപ്പിങ്, ടെസ്റ്റിങ്, ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ എൻഡ് യൂസർ റിവ്യൂ, ഈ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഓക്കെ ആകുമ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യണു. വീണ്ടും നെക്സ്റ്റ് പോർഷൻ എടുക്കുന്നു, നെക്സ്റ്റ് സ്പ്രിൻറ്റ് സ്റ്റാർട്ട് ചെയ്യണു, അതിലടുത്ത പോർഷൻ കംപ്ലീറ്റ് ചെയ്യണു. എന്നിട്ട് എന്ത് ചെയ്യണു, ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഓരോ ഫീച്ചറുകളും ആഡ് ചെയ്തിട്ടാണ് ഒരു ടോട്ടൽ പ്രൊഡക്റ്റിലേക്ക് പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓരോ സ്റ്റേജിലും നമുക്ക് കസ്റ്റമറുടെ ഇൻട്രാക്ഷൻ അതിൽ വരികയാണ്, കസ്റ്റമർ റിവ്യൂ കിട്ടുകയാണ്. പക്ഷേ വാട്ടർഫോൾ മോഡലാണെങ്കിൽ എന്താണ്, ഫുൾ ആപ്ലിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കസ്റ്റമർ എൻഡ് പ്രൊഡക്റ്റ് കാണുന്നത്. അപ്പോൾ അത് ഒരു റിവ്യൂ കൊണ്ട് പിന്നെ യൂസ് ഇല്ലാത്തൊരവസ്ഥ വരികയാണ്. ഫീഡ്ബാക്ക് കിട്ടിയാലും പിന്നീട് അതിലൊരു മാറ്റം വരുത്താൻ നമുക്ക് പറ്റുന്നില്ല. അതാണ് വാട്ടർഫോളിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതിവിടെ സോൾവ് ചെയ്യാണ് ഈ മോഡൽ. ഓക്കെ, നമുക്ക് ഓരോ ടേംസ് ആയിട്ട് നോക്കാം. നമുക്കറിയാം സ്പ്രിൻറ്റ് എന്നുള്ളൊരു ടേം നോക്കാം. എന്താണ് സ്പ്രിൻറ്റ്? ഈച്ച് സ്പ്രിൻറ്റ് ഹാസ് എ സ്പെസിഫൈഡ് ടൈം ലൈൻ, അതായത് 2 weeks to 1 month സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ടൈം ലൈൻ ഉണ്ടാവും. ദിസ് ടൈം ലൈൻ വിൽ ബി അഗ്രീഡ് അപ്പോൺ ബൈ എ സ്ക്രം ടീം ഡ്യൂറിങ് ദ സ്പ്രിംഗ് പ്ലാനിങ് മീറ്റിംഗ്. സ്പ്രിംഗ് പ്ലാനിങ് മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മുടെ സ്ക്രം ടീമാണ് എത്രയാണ് സ്പ്രിൻറ്റ് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. 2 ആഴ്ച വേണോ, 3 ആഴ്ച വേണോ, 1 month വേണോ. ഓക്കെ, അത് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിരിക്കും, കമ്പനിയുടെ പോളിസിക്ക് അനുസരിച്ചിരിക്കും. ഓക്കെ, ഹിയർ യൂസർ സ്റ്റോറീസ് ആർ സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് മോഡ്യൂൾസ്. നമ്മുടെ യൂസർ സ്റ്റോറീസ്, അതായത് റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് യൂസർ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ. ആ യൂസർ സ്റ്റോറീസ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ സ്പ്രിൻറ്റിലും നമ്മൾ എത്ര യൂസർ സ്റ്റോറീസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് അതിനൊരു മൊഡ്യൂളാക്കി മാറ്റി ഒരു സ്പ്രിൻറ്റിൽ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മളതൊരു പൊട്ടൻഷ്യലി ഷിപ്പബിൾ പ്രൊഡക്റ്റായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. കസ്റ്റമർ അതിൻ്റെ റിവ്യൂ തരും. നമ്മളത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നെക്സ്റ്റ് സ്പ്രിൻറ്റിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് റോൾസ് ഇൻ അജൈൽ സ്ക്രം മെത്തഡോളജി. അജൈൽ സ്ക്രം മെത്തഡോളജിയിൽ വരുന്ന മെയിൻ റോൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് റോൾ എന്താണ്? പ്രൊഡക്റ്റ് ഓണർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടേമാണ് അജൈൽ സ്ക്രം മെത്തഡോളജിയിൽ. നമ്മൾ സാധാരണ വേറെ മോഡലുകളിലൊന്നും കേൾക്കാത്തൊരു പേരാണ് പ്രൊഡക്റ്റ് ഓണർ എന്നുള്ളത്. പ്രൊഡക്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ, കസ്റ്റമറുടെ ഒരു പ്രതിനിധി പോലെ ആക്ട് ചെയ്യുന്ന ഒരാളാണ് പ്രൊഡക്റ്റ് ഓണർ. ഈ പ്രൊഡക്റ്റ് ഓണർക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയാം, കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻ അറിയാം, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് അറിയാം, എല്ലാം അറിയാം. ഈ പ്രൊഡക്റ്റ് ഓണറാണ് ഈ സ്ക്രം, ഈ അജൈൽ മെത്തഡോളജിയിലെ സ്ക്രം ടീമിലെ നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് കസ്റ്റമറുടെ വോയിസ്, കസ്റ്റമറുടെ സ്പോക്സ്മാനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ആ പ്രൊഡക്റ്റ് ഓണർ തന്നെയാണ് എന്ത് ചെയ്യണേ,
പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്സ് അതായത് യൂസർ സ്റ്റോറീസിലെ പ്രയോറിറ്റികൾ തീരുമാനിക്കുന്നതും എത്രയൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്നും ഫിനിഷ് ചെയ്യണമെന്നും റിലീസ് എപ്പോൾ വരണം എന്നുള്ള ടീമുകളും തീരുമാനിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു പ്രൊഡക്റ്റ് ഓണറുടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാണ്. ഈ പ്രൊഡക്റ്റ് ഓണർ എന്താണ്? ഈ പടത്തുനിന്ന് മനസ്സിലാകും. ഈ പ്രൊഡക്റ്റ് ഓണറാണ് എന്ത്? നമ്മുടെ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിലുള്ളതിൻ്റെ, അതായത് ഒരു പ്രൊഡക്റ്റ് ബാക്ക്ലോഗിലുള്ള യൂസർ സ്റ്റോറീസിൻ്റെ പ്രയോറിറ്റി തീരുമാനിക്കുന്നത് ഈ പ്രൊഡക്റ്റ് ഓണറാണ്. പ്രൊഡക്റ്റ് ഓണർ ക്ലയൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എന്ത്? പ്രയോറിറ്റി തീരുമാനിച്ച് അതിനനുസരിച്ചാണ് സ്പ്രിൻ്റ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്ക്രം മാസ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രം ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ സ്ക്രം ടീമിലുള്ള ആളുകളുടെ ക്വറീസും ഒക്കെ ക്ലാരിഫൈ ചെയ്യുന്നത് സ്ക്രം മാസ്റ്ററാണ്. ആ ടീമിനെ ഓർഗനൈസ് ചെയ്യണു, ഒരു ടീം ലീഡറായിട്ട് വർക്ക് ചെയ്യുന്നു, ടീമിലുള്ള ഡിസ്ട്രാക്ഷൻസും കൺഫ്യൂഷൻസും ഒക്കെ ക്ലിയർ ചെയ്യുന്നു. സ്ക്രം ടീമിലുള്ള മറ്റു മെമ്പേഴ്സിനെ കുറിച്ച് അറിയണം. അതായത് നമുക്ക് അറിയാവുന്ന ഡെവലപ്പേഴ്സ്, UI ഡിസൈനേഴ്സ്, ടെസ്റ്റേഴ്സ്, ഇംപ്ലിമെൻറ്റേഷൻ എഞ്ചിനീയേഴ്സ്, ഇവരെല്ലാം സ്ക്രം ടീമിൽ വരുന്നത് തന്നെയാണ്. ഈ സ്ക്രം ടീമിൽ വരുന്ന ഇവരെ ലീഡ് ചെയ്യുന്ന ആളാണ് സ്ക്രം മാസ്റ്റർ. ഓക്കെ, സ്ക്രം മാസ്റ്റർ സാധാരണ സ്ക്രം സർട്ടിഫിക്കേഷനുള്ള ഒരു വ്യക്തിയായിരിക്കും ഇതിൻ്റെ ലീഡറായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, സ്ക്രം മാസ്റ്ററുടെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാണ് ഈ കാണിക്കണേ. സ്ക്രം മാസ്റ്റർ ഈ ഡെവലപ്മെൻറ്റ് ടീമിനെയും ഈ QA ടീമിനെയും ഒക്കെ കൺട്രോൾ ചെയ്യണമെന്നാണ് നമ്മൾ ഈ പടത്തുനിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അടുത്ത് സ്ക്രം ഡെവലപ്മെൻറ്റ് ടീം. സ്ക്രം ഡെവലപ്മെൻറ്റ് ടീംസിലെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും, QS ഉണ്ടാവും. നമുക്കറിയാം ഹൂ ഡെവലപ്സ് ദ പ്രൊഡക്റ്റ്. സ്ക്രം ഡെവലപ്മെൻറ്റ് ടീം ഡിസൈഡ്സ് എഫേർട്ട് എസ്റ്റിമേഷൻ ടു കംപ്ലീറ്റ് ദ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റം. സ്ക്രം ഡെവലപ്മെൻറ്റ് ടീം എന്തൊരു ചെയ്യും? നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ എഫേർട്ട് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് തീർക്കാൻ ഓരോ മൊഡ്യൂളും എത്ര ടാസ്ക് ഉണ്ടെന്നും ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഹ്യൂമൻ വർക്ക് അവേഴ്സ് വേണമെന്നുള്ള എസ്റ്റിമേറ്റ് ചെയ്ത് അത് നമ്മളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യും. അതാണ് സ്ക്രം ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ ഒരു ഇത്. സ്ക്രം മാസ്റ്ററുടെ ഒരു പടം തന്നെയാണ്, നമുക്ക് അറിയാം. അടുത്താണ് സ്ക്രം ടീം. A cross-functional self-organizing group of dedicated people, group of product owner, business analyst, developers and QAs. The recommended size of a scrum team is 7 plus or minus. അതായത് ഒരു സ്ക്രം ടീമിൽ വരുന്ന ആരൊക്കെയാണ്? പ്രൊഡക്റ്റ് ഓണർ വരും, ബിസിനസ് അനലിസ്റ്റ് BA, അതായത് കസ്റ്റമറും കമ്പനി ആയിട്ടുള്ള ലിങ്കാണ് ബിസിനസ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ, കോസ്റ്റ്, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ്സും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഡെവലപ്പേഴ്സ്, QS ഇവർ ചേർന്ന ടീമിനെയാണ് സ്ക്രം ടീം എന്ന് പറയുന്നത്. ഇത് മെയിൻലി അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 7 plus or minus 2 ആണ്. അതായത് മിനിമം 5, മാക്സിമം 9. സ്ക്രം മാസ്റ്ററുടെ ഒരു പടമാണ്. ഇനി അജൈൽ സ്ക്രം മെത്തഡോളജിയുടെ കോമൺ ആയിട്ടുള്ളൊരു സ്കീമാറ്റിക് ഡയഗ്രാണ് ഇവിടെ കാണിക്കണേ. ഇവിടെ എന്താണ് കാണിക്കണേ? സ്റ്റേക്ക് ഹോൾഡർ. എന്താണ് സ്റ്റേക്ക് ഹോൾഡർ? ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ആളുകൾ. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് ഏത് ബിസിനസ് സ്ഥാപനത്തിനാണ് ചെയ്തു കൊടുക്കുന്നത്, അവരുടെ മാനേജിങ് ടീം, അവരുടെ ഓണേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, അതിൽ വർക്ക് ചെയ്യുന്ന മെയിൻ കീ റോൾ ചെയ്യുന്ന സ്റ്റാഫ്സ്, ഇവരൊക്കെ ചേർന്നായിരിക്കും സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അതായത് ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാർ, അത്രേ ഉള്ളൂ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ. ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർ, കസ്റ്റമറുടെ പേയ്മെൻറ്റ്, നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ ക്യാഷ് ഇറക്കുന്ന ആളുകൾ, അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവരുടെ ടീം എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഓണറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഈ പ്രൊഡക്റ്റ് ഓണർ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്ക്രം മാസ്റ്ററുമായി ഡീൽ ചെയ്ത് സ്ക്രം ടീമിനെ കൺട്രോൾ ചെയ്ത് സ്പ്രിൻറ്റിൽ മീറ്റിങ്ങിലായാലും മൊത്തത്തിലുള്ള സ്പ്രിൻറ്റിൻ്റെ തിരഞ്ഞെടുക്കുന്നത്, ആ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് സെലക്ട് ചെയ്യാനും ഒക്കെ ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ പ്രയോറിറ്റി തീരുമാനിച്ച്
പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസിനെ സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് ഐറ്റംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഏതൊക്കെ യൂസർ സ്റ്റോറീസ്, ഏതൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് ഈ സ്പ്രിൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അത് അതിന് വേണ്ടി കസ്റ്റമറുടെയും സ്ക്രം ടീമിൻ്റെയും ഒരു ലിങ്കായി വർക്ക് ചെയ്യുന്ന ആളാണ് പ്രൊഡക്റ്റ് ഓണർ. ഓക്കെ, ഇനി ആർട്ടിഫാക്ട്സ് ഇൻ അജൈൽ സ്ക്രം മെത്തോളജി. ആർട്ടിഫാക്ട്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഡോക്യുമെൻറ്റ്സ് ഇൻ അജൈൽ സ്ക്രം മെത്തഡോളജി. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു റിപ്പോർട്ട്സ് എന്ന് പറയാം. യൂസർ സ്റ്റോറീസ് നമുക്കറിയാം. യൂസർ സ്റ്റോറീസ് ആർ നോട്ട് ലൈക്ക് ട്രഡീഷണൽ റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ്സ്. സാധാരണ SRS പോലെയല്ല. നമുക്കെന്ന് വെച്ചാൽ മനസ്സിലാവാൻ വേണ്ടി മനസ്സിൽ SRS ആലോചിച്ച് വയ്ക്കാം. ഓരോ റിക്വയർമെൻറ്റ്സിനാണ് പറഞ്ഞത്. ഇൻ യൂസർ സ്റ്റോറീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മെൻഷൻ വാട്ട് ഫീച്ചേഴ്സ് ദേ നീഡ് ആൻഡ് വാട്ട് ദേ വാണ്ട് ടു അച്ചീവ്. ഏതൊക്കെ ഫീച്ചറുകളാണ് നമുക്ക് വേണ്ടത്, ഏതൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടതെന്നുള്ളതിന് കൃത്യമായ ഡിസ്ക്രിപ്ഷനോട് കൂടിയ റിക്വയർമെൻറ്റ്സ് ആ മൊഡ്യൂളിനെ കുറിച്ച് ഉള്ളതാണ് യൂസർ സ്റ്റോറീസ്. സപ്പോസ് ഒരു ലോഗിൻ പേജ് ആണെങ്കിൽ ആ ലോഗിനിൽ തന്നെ പലതരം ലോഗിൻ ഉണ്ടാവും. കോമൺ ആയിട്ടുള്ള യൂസർ ലോഗിൻ ഉണ്ടാവും, മാനേജർ ലോഗിൻ ഉണ്ടാവും, അഡ്മിൻ ലോഗിൻ ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് യൂസർ സ്റ്റോറീസ്. അടുത്തതാണ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഈസ് എ പ്രൊഡക്റ്റ് ബാക്ക്ലോഗിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഈസ് എ റെപ്പോസിറ്ററി വെയർ ദ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് ആർ സ്റ്റോർഡ്. പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് സ്റ്റോർ ചെയ്ത റെപ്പോസിറ്ററിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? പ്രൊഡക്റ്റ് ഓണറാണ്. ദ ലിസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് ഈസ് പ്രയോറിറ്റൈസ്ഡ് ബൈ ദ, അത് പ്രയോറിറ്റൈസ് ചെയ്യണം. അതിലുള്ള ഐറ്റംസ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻസ് ചെയ്യുന്നതൊക്കെ പ്രൊഡക്റ്റ് ഓണറാണ്. ഹൈയും ലോ ആയിട്ട് അതിൽ പ്രയോറിറ്റൈസ് ചെയ്യും. അതിൽ ഹൈ പ്രയോറിറ്റി ഉള്ള പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസാണ് നമ്മൾ സ്പ്രിൻറ്റ്, അതായത് ഈ ഫസ്റ്റ് പ്രിൻറ്റിലേക്ക് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അടുത്താണ് എന്ത്? സ്പ്രിൻറ്റ് ബാക്ക്ലോഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് പ്രൊഡക്റ്റ് ഓണർ എന്ത് ചെയ്യും? പ്രയോറിറ്റി നോക്കിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്പ്രിൻറ്റ് 2 ആഴ്ചയാണെങ്കിൽ ആ 2 ആഴ്ച തീർക്കേണ്ട യൂസർ സ്റ്റോറീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് അതിലേക്ക് ഇടും. ഓക്കെ, അത് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് യൂസർ സ്റ്റോറീസ് വിച്ച് സ്ക്രം ഡെവലപ്മെൻറ്റ് ടീം എഗ്രീഡ് ടു ഡു ഡ്യൂറിങ് ദ കറൻറ്റ് സ്പ്രിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഉള്ള സ്പ്രിൻറ്റിൽ നമ്മൾ സ്ക്രം ടീം ചെയ്ത് തീർക്കാമെന്ന് എഗ്രി ചെയ്യുന്ന പ്രൊഡക്റ്റ് ബാക്ക്ലോഗിലെ ഐറ്റംസ് യൂസർ സ്റ്റോറീസിൽ ഏറ്റവും പ്രൊഡക്റ്റ് ഓണർ പറയുന്ന 1, 2, 3, 4 1, 2, 3 ഇന്നത് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ കംപ്ലീറ്റ് ചെയ്യാമെന്ന് എന്ത് ചെയ്യും? സ്പ്രിൻറ്റ് ബാക്ക്ലോഗിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ആ സ്പ്രിൻറ്റ് ബാക്ക്ലോഗിലേക്ക് നമ്മൾ 4, 5, 6 ടാസ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും പ്രൊഡക്റ്റ് ബാക്ക്ലോഗ്. അത് എന്ത് ചെയ്യണം? 2 ആഴ്ചയാണെങ്കിൽ 2 വീക്സ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? സ്ക്രം മാസ്റ്ററുടെ ഉത്തരവാദിത്തമാണ്. സ്ക്രം മാസ്റ്ററാണ് അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. അടുത്താണെന്ത്? സ്പ്രിൻറ്റ് ബാക്ക്ലോഗിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. എന്താണ്? പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് ഇവിടെ ഏതാണ്? 1, 2, 3, 4, 5, 6, 7 ഐറ്റംസ്. 7 എന്നല്ല, എക്സിട്രയാണ്. ഈ 7 ഐറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രയോറിറ്റി ഉള്ളത് റെഡ് കളറിൽ കാണിക്കുന്നു, ലോ പ്രയോറിറ്റി ഉള്ളത്. ഇതിൽ നിന്ന് ഏറ്റവും പ്രയോറിറ്റിയുടെ 1, 2, 3 ഐറ്റംസ് എന്ത് ചെയ്യണം? ഈ കറൻറ്റ് സ്പ്രിൻറ്റ് ഇപ്പോഴുള്ള സ്പ്രിൻറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അതിനാണെന്ന് പറഞ്ഞാൽ സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ് ബേൺ ഡൗൺ ചാർട്ട്. എന്താണ് പ്രൊഡക്റ്റ് ബേൺ ഡൗൺ? എ ഗ്രാഫ് ദാറ്റ് ഷോസ് ഹൗ മെനി പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ്, അതായത് യൂസർ സ്റ്റോറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതിനാണ് പറഞ്ഞത് പ്രൊഡക്റ്റ് ബേൺ ഡൗൺ ചാർട്ട്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബാക്ക്ലോഗ്സ്, പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് 1, 2, 3 എന്നുള്ളതിൽ എത്ര എണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്തു, എത്ര എണ്ണം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ആ ഒരു ഗ്രാഫ്, അതിൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്റ്റ് ബേൺ ഡൗൺ ചാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? സ്പ്രിൻറ്റ് ബേൺ ഡൗൺ ചാർട്ട്. അതായത് ഹൗ മെനി സ്പ്രിൻറ്റ്സ് ഇംപ്ലിമെൻറ്റഡ് ഓർ നോർ ഇംപ്ലിമെൻറ്റഡ് ബൈ സ്ക്രം ടീം. അതായത് നമ്മൾ നമ്മുടെ മൊത്തം പ്രൊജക്റ്റിനെ ഒരു കുറേ സ്പ്രിൻറ്റുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ടാവും. ഒരു 10 or 20 സ്പ്രിൻ്റായിട്ട് തരംതിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര സ്പ്രിൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തു, എത്ര സ്പ്രിൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ പറയുന്നതാണ് സ്പ്രിൻറ്റ് ബേൺ ഡൗൺ ചാർട്ട്.
നെക്സ്റ്റ് ആണ് റിലീസ് ബേൺ ഡൗൺ ചാർട്ട്. ഇതെല്ലാം ആ പേരിൽ തന്നെ നമുക്ക് ആ ആശയം മനസ്സിലാവും. എ ഗ്രാഫ് ദാറ്റ് ഷോസ് എ ലിസ്റ്റ് ഓഫ് റിലീസസ് സ്റ്റിൽ പെൻഡിങ് വിച്ച് ദ സ്ക്രം ടീം ഹാസ് പ്ലാൻഡ്. സ്ക്രം ടീം പ്ലാൻ ചെയ്ത റിലീസുകളിൽ എത്ര എണ്ണം പെൻഡിങ് ഉണ്ട്, എത്ര എണ്ണം കംപ്ലീറ്റഡ് ആയി എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് റിലീസ് ബേൺ ഡൗൺ ചാർട്ട്. അടുത്താണ് എന്ത്? ഡിഫക്റ്റ് ബേൺ ഡൗൺ ചാർട്ട്. എ ഗ്രാഫ് ദാറ്റ് ഷോസ് ഹൗ മെനി ഡിഫക്ട്സ് ഐഡന്റിഫൈഡ് ആൻഡ് ഫിക്സ്ഡ്. എത്ര ഡിഫക്ട്സ് ഐഡന്റിഫൈ ചെയ്തു, എത്ര ഫിക്സ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ചാർട്ട് ഗ്രാഫാണ് ഡിഫക്റ്റ് ബേൺ ഡൗൺ ചാർട്ട്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ബേൺ ഡൗൺ ചാർട്ടും എന്താണ്? പ്രൊവൈഡ് പ്രൂഫ് ദാറ്റ് ദ പ്രൊജക്ട് ഈസ് ഓൺ ട്രാക്ക് ഓർ നോട്ട്. നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഗതി അതിൻ്റെ ഒരു ട്രാക്കിൽ തന്നെയാണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ബേൺ ഡൗൺ ചാർട്ടുകളിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി മീറ്റിംഗ്സ് ഇൻ അജൈൽ സ്ക്രം മെത്തഡോളജി. നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് ആണെങ്കിലും സ്പ്രിന്റ് ബാക്ക്ലോഗ് ഐറ്റംസ്, ഇതൊക്കെ കുറേ മീറ്റിംഗ്സിലൂടെയാണ് നമ്മളിതൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ഓരോ മീറ്റിംഗിനും അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് അജൈൽ മെത്തഡോളജിയിലുണ്ട്. നമുക്ക് നോക്കാം ഓരോ മീറ്റിംഗ് ആയിട്ട്. ഓക്കെ, സ്പ്രിന്റ് പ്ലാനിങ് മീറ്റിംഗ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് സ്പ്രിന്റ് പ്ലാനിങ് മീറ്റിംഗ്. അതായത് നമ്മൾ സ്പ്രിന്റ് പറഞ്ഞു, ഓരോ കമ്പനിക്ക് അനുസരിച്ച് ചില കമ്പനിയിൽ അത് 2 വീക്സ് തൊട്ട് 3 വീക്സ് ആവാം, ചിലപ്പോൾ 1 മന്ത് ആവാം. അങ്ങനെ പല ഡ്യൂറേഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ച് കമ്പനിയുടെ പോളിസി അനുസരിച്ചും തീരുമാനിക്കും. അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എവിടെയാണ്? സ്പ്രിന്റ് പ്ലാനിങ് മീറ്റിങ്ങിലാണ്. ഓക്കെ, എൻ്റെ സ്ക്രം ടീം അറ്റൻഡ് ചെയ്യണം. പ്രൊഡക്റ്റ് ഓണർ ഉണ്ടായിരിക്കും. പ്രൊഡക്റ്റ് ഓണർ സെലക്ട് ചെയ്യും പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ്, അത് യൂസർ സ്റ്റോറീസ് ഫ്രം പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് ഐറ്റംസ് പ്രൊഡക്റ്റ് ഓണർ ഈ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസർ സ്റ്റോറീസ് ടോപ്പിൽ വരും, ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ യൂസർ സ്റ്റോറീസ് ബോട്ടമിൽ വരും. നമുക്കറിയാം, ഒരു പടത്തിൽ നമ്മൾ കണ്ടു റെഡ് കളറിൽ പ്രയോറിറ്റൈസ് ചെയ്തതും ലോ പ്രയോറിറ്റി ഉള്ളത് ഗ്രീൻ കളറിലും. ഓക്കെ, അപ്പോൾ സ്ക്രം ടീം എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യും എന്ത് ചെയ്യണം, അതിൻ്റെ എഫേർട്ട് എന്തോരം വേണമെന്ന് അവർ, അതായത് എത്ര വർക്ക് ഹവേഴ്സ് ഓരോ യൂസർ സ്റ്റോറിക്കും ഓരോ ബാക്ക്ലോഗ് ഐറ്റംസും കംപ്ലീറ്റ് ചെയ്യാൻ വേണമെന്നുള്ളത് തീരുമാനിക്കും. എത്ര സ്പ്രിൻറ്റ് ബാക്ക്ലോഗ് ഐറ്റംസ്, അതായത് പ്രൊഡക്റ്റ് ബാക്ക്ലോഗിൽ നിന്ന് കറണ്ട് സ്പ്രിൻറ്റിൽ എത്ര സ്പ്രിൻറ്റ്, കറണ്ട് സ്പ്രിൻറ്റിലേക്ക് എത്ര ബാക്ക്ലോഗ് ഐറ്റംസ് യൂസർ സ്റ്റോറീസ് ആഡ് ചെയ്യണം എന്നുള്ളത് ഈ മീറ്റിങ്ങിലാണ് തീരുമാനിക്കുക. ഓക്കെ, അടുത്ത മീറ്റിംഗ് ആണ് എന്ത്? ഡെയിലി സ്ക്രം മീറ്റിംഗ്. അതായത് നമ്മൾ ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ് എന്ന് പറയും, എല്ലാ കമ്പനിയിലും ഉണ്ടാവുന്നതാണ്. ഡെയിലി ഒരു മീറ്റിംഗ് ഉണ്ടാവും. ആ മീറ്റിങ്ങിൽ ആരൊക്കെ ഉണ്ടാവും? സ്ക്രം മാസ്റ്ററാണ് അത് ലീഡ് ചെയ്യുക. ടീം മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കും, ഡെവലപ്പേഴ്സ്, ടെസ്റ്റേഴ്സ്, UA ഡിസൈനേഴ്സ്. എന്ത് ചെയ്യും? ഓരോരുത്തരും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർക്കുകൾ, ടാസ്കുകളെ കുറിച്ച് പറയും. ഡിസൈനേഴ്സ് ഇന്ന ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെന്നും, ഡെവലപ്പേഴ്സ് ഇന്ന ഡെവലപ്പ് ചെയ്തെന്നും, ടെസ്റ്റേഴ്സ് ഇന്ന ടെസ്റ്റ് ചെയ്തെന്നും പറയും. എന്തൊക്കെ ചലഞ്ചസ് അവർ നേരിട്ടു എന്ന് പറയും. അവർ കണ്ടുപിടിച്ച കാര്യങ്ങൾ, ഔട്ട്പുട്ട് അവരവിടെ റെപ്രസെൻ്റ് ചെയ്യും. ടുഡേ ഇന്നൊക്കെയുള്ള വർക്കുകളെ കുറിച്ച് പറയും. ഇന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, അവരുടെ ഡിമാൻഡ്സ്, അവർക്ക് എന്തൊക്കെ എൻവയോൺമെൻറ്റ് അതിന് വേണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയും, ചലഞ്ചസ്, പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വേണം, ക്ലാരിറ്റി വേണമെങ്കിൽ അത് എല്ലാം സ്ക്രം മാസ്റ്റർ സോൾവ് ചെയ്ത് കൊടുക്കും. ഡെയിലി ഒരു 15 മിനിറ്റാണ് നമ്മളിതിന് വേണ്ടി നീട്ടി വയ്ക്കുന്നത്. ഓക്കെ, അടുത്താണ് എന്ത്? സ്പ്രിൻറ്റ് റിവ്യൂ മീറ്റിംഗ്. സ്പ്രിൻറ്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഓരോ സ്പ്രിൻറ്റും കമ്പനി 2 വീക്സ് തൊട്ട് 1 മന്ത് വരെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ സ്പ്രിൻറ്റ് കഴിയുമ്പോഴും ഒരു സ്പ്രിൻറ്റിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പോർഷൻ, ഒരു മൊഡ്യൂള്, ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ ഒരു ഷിപ്പബിൾ പ്രൊഡക്റ്റ് ആവുന്നത് വരെ ആ സ്പ്രിൻറ്റിൽ വർക്ക് ചെയ്ത് ഷിപ്പബിൾ പ്രൊഡക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കസ്റ്റമർക്ക് ഫീഡ്ബാക്കിന് കൊടുക്കണം. അപ്പോൾ ആ ഫീഡ്ബാക്കിന് കൊടുക്കുന്ന ആ ഒരു ലെവലിലേക്ക്, ആ ഒരു നമ്മുടെ വർക്ക് ഒരു ഷിപ്പബിൾ പ്രൊഡക്റ്റ് മോഡലിലേക്ക് എത്തുമ്പോൾ പ്രൊഡക്റ്റ് ഓണർ എന്ത് ചെയ്യും? ഡിക്ലെയർ ചെയ്യാണ് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു, എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ, പ്രൊഡക്റ്റ് ഓണർ ആഡ്സ് അഡീഷണൽ ഐറ്റംസ്. ഈ ഒരു ബാക്ക്ലോഗ് ഐറ്റംസിലേക്ക്, യൂസർ സ്റ്റോറീസിലേക്ക് ഏതൊക്കെ ആഡ് ചെയ്യണം, അതായത് സ്റ്റേക്ക് ഹോൾഡറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് തീരുമാനമാക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്പ്രിൻറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റിവ്യൂ എടുക്കുക. സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു സ്പ്രിൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സ്പ്രിൻറ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എത്ര അച്ചീവ് ചെയ്തു, എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ബാക്കിയുണ്ടോ, എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ എന്നുള്ളത് നമ്മളവിടെ ഫീഡ്ബാക്കൊക്കെ എടുത്ത് നമ്മൾ ആ ഒരു അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ചെറിയ സ്മോൾ പോർഷൻ കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഡെമോൺസ്ട്രേഷൻ ഓഫ് എ പൊട്ടൻഷ്യലി ഷിപ്പബിൾ പ്രൊഡക്റ്റ്, അതായത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാവുന്ന ഒരു ചെറിയൊരു മൊഡ്യൂൾ, ആ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു പോർഷൻ, അതായത് കസ്റ്റമർക്ക് റിവ്യൂവിന് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പോർഷൻ ആകുമ്പോഴാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് വയ്ക്കുക. ഓക്കെ, അടുത്തെന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത് സ്പ്രിൻറ്റ് റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ്. ഓക്കെ,
Scrum team meets again after the sprint review meeting and documents the lesson learned in the earlier sprint. അതായത് ഓരോ സ്പ്രിൻ്റ് റിവ്യൂ മീറ്റിങ്ങിന് ശേഷവും കസ്റ്റമറിനെ കൊടുത്തിട്ട് കസ്റ്റമറുടെ റിവ്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും മീറ്റിംഗ് കൂടുകയാണ്. എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് നമ്മളിതിൽ പഠിച്ചത്, എന്തൊക്കെ ടൂൾസ്, എന്തൊക്കെ മെത്തേഡ്സാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എവിടേക്കാണ് എഫിഷ്യൻസിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബോട്ടിൽ നെക്സ് എന്താണ്, ഇതൊക്കെ കൂടി ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് സ്പ്രിൻ്റ് റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ്. ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട്, ഇതിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ഇതിലെടുക്കുന്ന ഡിസിഷൻസാണ് നെക്സ്റ്റ് സ്പ്രിൻറ്റിൻ്റെ ഡയറക്ഷനും അതിലേക്കുള്ള കാര്യങ്ങളിലേക്കും കൂടുതൽ, അതായത് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ദ സ്ക്രം ടീം ടു അവോയ്ഡ് മിസ്റ്റേക്സ് ഇൻ ദ നെക്സ്റ്റ് സ്പ്രിൻറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. For live online software testing, personal training in QA, certifications and internship, contact 8086213856.